ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ കഴിഞ്ഞ എക്സാമുകളിൽ നിന്ന്, അതായത് 2023 2024 കഴിഞ്ഞിട്ടുള്ള എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള കറണ്ട് അഫയർ ചോദ്യങ്ങളാണ്. 50 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതൊരു പുതിയ മെത്തേഡാണ്. സാധാരണ ഇങ്ങനെയുള്ള വീഡിയോ ചെയ്യാറ്. അപ്പോൾ ഇതിൽ ചോദ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ഉത്തരങ്ങൾ ഹൈഡായിട്ടിരിക്കും. സോ ഓരോ ചോദ്യം കഴിയുമ്പോൾ ഇത് ഹൈഡായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടാമതും ഇത് വായിച്ചു നോക്കാൻ വേണ്ടി എളുപ്പമാണ്. അപ്പോൾ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എടുത്തിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ, കറണ്ട് അഫയറുകളാണ്. നോക്കാം. ഇപ്പോഴത്തെ കേരള ഫിഷറീസ് വകുപ്പ് മന്ത്രി ആരാണ് 2024 ഫെബ്രുവരിയിൽ? ഉത്തരം സജി ചെറിയാൻ. അടുത്ത ചോദ്യം, മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കേരള സർക്കാർ നൽകുന്ന ട്രോഫി ഏതാണ്? ആൻസർ സ്വരാജ് ട്രോഫി. അടുത്ത ചോദ്യം, ആരുടെ നോവലാണ് വല്ലി? ഉത്തരം ഷീല ടോമി. അടുത്ത ചോദ്യം, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ദാമോദർ മൗസോ. അടുത്ത ചോദ്യം, 2021 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? 2021 ചെറുകാട് സാഹിത്യ പുരസ്കാരം ലഭിച്ച നോവൽ ഏത്? ഉത്തരം വല്ലി. എഴുതിയത് ഷീല ടോമി. അടുത്ത ചോദ്യം, എം മുകുന്ദന് വയലാർ സാഹിത്യ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത്? ഉത്തരം കേശവന്റെ വിലാപങ്ങൾ. അടുത്ത ചോദ്യം, 2021 വയലാർ അവാർഡിന് അർഹമായ കൃതി ഏത്? ഉത്തരം മാന്തളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. അടുത്ത ചോദ്യം, 2022 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം എസ് ഹരീഷ്. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നത് മീശ എന്ന കൃതിയാണ്. 2023 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നത് ജീവിതം ഒരു പെണ്ടുലം. ഇത് ആത്മകഥയാണ്. അപ്പോൾ നമ്മളിവിടെ 2021 2022 2023 വയലാർ അവാർഡ് പഠിച്ചു. ഒന്നുകൂടി നോക്കാം. 2021 വയലാർ അവാർഡ് അർഹമായ കൃതി ഏത്? മന്ദളിരിലെ 20 കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ. 2022 വയലാർ അവാർഡ് ജേതാവ് എസ് ഹരീഷ്. അദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു മീശ. അതുപോലെ തന്നെ 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തിന്റെ കൃതി ജീവിതം ഒരു പെണ്ടുലം. ഇതൊരു ആത്മകഥയാണ്. 2019 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച സാഹിത്യകാരൻ ആര്? ഉത്തരം പോൾ സക്കറിയ. 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏത്? ഉത്തരം അടിയാളപ്രേതം. അടുത്ത ചോദ്യം, 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ ഏത്? ഉത്തരം സമ്പർക്ക ക്രാന്തി. എഴുതിയത് വി ഷിനിലാൽ. ഓർമ്മിക്കുക, 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവലാണ് സമ്പർക്ക ക്രാന്തി. എഴുതിയത് വി ഷിനിലാൽ. അപ്പോൾ 2020 നമ്മൾ പഠിച്ചു, 2022 പഠിച്ചു. അതുപോലെ തന്നെ 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ചെറുകഥ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ചെറുകഥയാണ് മുഴക്കം. എഴുതിയത് പി എഫ് മാത്യൂസ്. ഇനി നമുക്ക് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ ബാലസാഹിത്യം ഏതാണെന്ന് നോക്കാം. അത് ചക്കര മാമ്പഴം. എഴുതിയത് കെ ശ്രീകുമാർ. അടുത്തത് 2022 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കവിതാ സമാഹാരം. അത് കടലാസ് വിദ്യ. എഴുതിയത് NG ഉണ്ണികൃഷ്ണൻ. അപ്പോൾ 2022 കേരള അക്കാദമി അവാർഡിന്റെ നോവല്, അതുപോലെ തന്നെ ചെറുകഥ, ബാലസാഹിത്യം, കവിതാ സമാഹാരം എല്ലാം നമ്മൾ പഠിച്ചു. അടുത്ത ചോദ്യം, 2022 68ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയ് ആരാണ്? അത് കാട്ടിൽ മേക്കതിൽ എന്ന ചുണ്ടൻ വള്ളമാണ്. അടുത്ത ചോദ്യം, 2023
69ാമത് നെഹ്റു ട്രോഫി വള്ളംകളി വിജയി ആരാണ്? ഉത്തരം വിയ്യപുരം ചുണ്ടൻ. അപ്പൊ 2022 കാട്ടിൽ മേക്കതിൽ, 2023 വിയ്യപുരം ചുണ്ടൻ. അടുത്തത്, പോലീസ് സേനയിൽ ട്രാൻസ്ജെൻഡറുകൾക്ക് സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം കർണാടക. അടുത്ത ചോദ്യം, 2021 ജൂലൈ 20 ജെഫ് ബെസോസ് നടത്തിയ ബഹിരാകാശ യാത്രയിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കൂടിയ വ്യക്തി ആരാണ്? ഉത്തരം വാലി ഫങ്ക്. അതേപോലെ തന്നെ അതേ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഓർമ്മിച്ചു വെക്കുക. 2021 ജൂലൈയിൽ ജെഫ് ബെസോസിന്റെ ഒപ്പം ബഹിരാകാശ യാത്ര നടത്തിയതിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത പ്രായം കുറഞ്ഞ വ്യക്തി അത് ഒലിവർ ഡീമൻ ആണ്. അപ്പോൾ പ്രായം കൂടിയ വ്യക്തിയാണ് വാലി ഫങ്ക്, പ്രായം കുറഞ്ഞത് ഒലിവർ ഡിമൻ. ഇത് രണ്ടും ചോദിച്ചിട്ടുള്ളതാണ്. ഇത് മൊത്തത്തിൽ ചോദിച്ചിട്ടുള്ളത് തന്നെയാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എന്നാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഗാനിമീഡിന്റെ അന്തരീക്ഷത്തിൽ നീരാവിയുടെ തെളിവുകൾ ബഹിരാകാശ ശാസ്ത്രജ്ഞർ കണ്ടെത്തുകയുണ്ടായി. ഗാനിമീഡ് ഏത് ഗ്രഹത്തിന്റെ ഉപഗ്രഹമാണ്? ഉത്തരം വ്യാഴം. അടുത്ത ചോദ്യം, 2022 ഫിഫ വേൾഡ് കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യമേത്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, അത് ഖത്തറാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 2ാം സ്ഥാനക്കാരൻ ആയ രാജ്യമേത്? ഉത്തരം ഫ്രാൻസ്. 1ാം സ്ഥാനം അർജന്റീനയ്ക്കാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 1ാം സ്ഥാനക്കാരായ രാജ്യം അത് അർജന്റീനയാണ്. അടുത്തത്, ഇതും ചോദിക്കാറുണ്ട്, ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. 2022 ലോകകപ്പ് ഫുട്ബോളിൽ 3ാം സ്ഥാനക്കാരനായ രാജ്യം ഏത്? അത് ക്രൊയേഷ്യയാണ്. ഓക്കെ, അടുത്തത്, 2022 ലോകകപ്പ് ഫുട്ബോളിൽ 4ാം സ്ഥാനക്കാരനായ രാജ്യം ഏത്? അത് മൊറോക്കോ ആണ്. അപ്പൊ 1ാം സ്ഥാനം അർജന്റീന, 2 ഫ്രാൻസ്, 3 ക്രൊയേഷ്യ, 4 മൊറോക്കോ. അടുത്തത്, 2022 ലോകകപ്പ് ഫുട്ബോളിന്റെ വേദി എവിടെയായിരുന്നു? ഇത് ഖത്തർ. ഇത് 2 പ്രാവശ്യം ചോദിച്ചുകൊണ്ടാണ് ഇതിങ്ങനെ ഉത്തരം വന്നത് കേട്ടോ. രണ്ട് ചോദ്യം പേപ്പറിൽ ഉണ്ടായിരുന്നു, അപ്പം നോക്കിയതിപ്പോൾ അങ്ങനെ വന്നതാണ്. ഓക്കെ, അടുത്തത്, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ആര്? എംബാപ്പയാണ്, ഫ്രാൻസിന്റെ കളിക്കാരനാണ്. അടുത്ത ചോദ്യം, 2022 ലോകകപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് പുരസ്കാരം നേടിയത് ആരാണ്? അത് കിലിയൻ എംബാപ്പെ. നേരത്തെ പറഞ്ഞ അതേ കളിക്കാരൻ തന്നെയാണ്, ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ. അദ്ദേഹത്തിന് മുഴുവൻ പേര് കിലിയൻ എംബാപ്പെ എന്നാണ്, ഷോർട്ടായിട്ട് എംബാപ്പെ എന്ന് പറയും. 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ പുരസ്കാരം നേടിയത് ആര്? അത് ലയണൽ മെസ്സി, അർജന്റീന. നേരത്തെ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് എംബാപ്പയാണ്. ഇദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഗോൾഡൻ ബൂട്ട് ആണ്. കിലിയൻ എംബാപ്പയ്ക്ക് ഗോൾഡൻ ബൂട്ട്. അതുപോലെ തന്നെ ഗോൾഡൻ ബോൾ ലഭിച്ചിരിക്കുന്നത് ലയണൽ മെസ്സി, അർജന്റീന. അടുത്തത്, ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൽ ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരം നേടിയത് ആരാണ്? അത് എമിലിയാനോ മാർട്ടിനസ് ആണ്. അപ്പം ഗോൾഡൻ ഗ്ലോബ് എമിലിയാനോ മാർട്ടിനസ്, ഗോൾഡൻ ബോൾ കിട്ടിയിരിക്കുന്നത് ലയണൽ മെസ്സി, ഗോൾഡൻ ബൂട്ട് കിട്ടിയിരിക്കുന്നത് കിലിയൻ എംബാപ്പെ 2022 ലോകകപ്പില്. അടുത്തത്, 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിൽ വിജയിച്ച അർജന്റീനയുടെ എത്രാമത്തെ ലോകകപ്പ് കിരീട നേട്ടമാണിത്? അർജന്റീനയുടെ 3ാമത്തെ കിരീട നേട്ടമാണ്. ഇപ്പോൾ സാധാരണ ചോദിക്കാറുണ്ട് അർജന്റീനയ്ക്ക് ഫുട്ബോൾ ടീമിൽ ലോകകപ്പ് ലഭിച്ച വർഷങ്ങൾ, അതുകൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. 3 വട്ടം ലഭിച്ചു. 1978 1986 2022 അർജന്റീനയ്ക്ക് ലോകകപ്പ് ലഭിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, ബ്രസീൽ ലോകകപ്പ് ഫുട്ബോൾ നേടിയ വർഷങ്ങൾ. അതായത് ഏറ്റവും കൂടുതൽ ലോകകപ്പ് ഫുട്ബോൾ നേടിയിരിക്കുന്ന രാജ്യമാണ് ബ്രസീൽ. ഇവർ എത്ര വട്ടം നേടിയിട്ടുണ്ട്, ഏതെല്ലാം വർഷങ്ങൾ? ഓക്കെ, അപ്പം 5 വട്ടമാണ് ബ്രസീൽ എന്ന രാജ്യം ലോകകപ്പ് ഫുട്ബോൾ നേടിയത്. 1958, 1962, 1970, 1994, 2002 ഈ 5 വർഷങ്ങളിലായിട്ടാണ് ബ്രസീലിന് ലോകകപ്പ് ഫുട്ബോൾ ലഭിച്ചത്. അടുത്തത്, ഏറ്റവും അധികം തവണ ഫുട്ബോൾ ലോകകപ്പ് നേടിയ രാജ്യം ഏത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബ്രസീൽ. 2023 ലോക ചാമ്പ്യൻഷിപ്പ് വേദി
അസ്താന. ഇത് 2023 ലോക ചാമ്പ്യൻഷിപ്പ് വേദി അസ്താന എന്നത് അത് അതിന്റെ ഇത് യഥാർത്ഥ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സിന്റെ ആണ് കേട്ടോ. 2023 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് വേദിയാണ് അസ്താന എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? 2024 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം പാരീസ് ആണ്. അതുപോലെ തന്നെ 2028 ഒളിമ്പിക്സ് നടക്കുന്നത് അത് ലോസ് ഏഞ്ചലസിലാണ്. അതുപോലെ തന്നെ 2032 ഒളിമ്പിക്സ് നടക്കുന്നത് എവിടെ വെച്ചാണ്? അത് ബ്രിസ്ബെയിൻ എന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ ഇത് 3 ഓർമ്മിച്ച് വെക്കുക. വരും വർഷങ്ങളിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യങ്ങൾ തന്നെയാണ്. 24 നടക്കുന്നത് പാരീസിലാണ്, 28 ലോസ് ഏഞ്ചലസ്, 2032 ബ്രിസ്ബെയിൻ. ഓക്കെ, അടുത്ത ചോദ്യം 2018 ലോക പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏത്? 2018 ലോകകപ്പ് പുരുഷ ഹോക്കി മത്സരങ്ങൾക്ക് വേദിയായ ഇന്ത്യൻ നഗരം ഏതാണ്? ഉത്തരം ഭുവനേശ്വർ. അടുത്ത ചോദ്യം 2021 വായനാ ദിനത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? ഉത്തരം പെരുംകുളം. ഓർമ്മിക്കുക, 2021 വായനാ ദിനത്തിനോടനുബന്ധിച്ച് കേരളത്തിലെ ആദ്യ പുസ്തക ഗ്രാമമായി പ്രഖ്യാപിച്ച സ്ഥലം ഏതാണ്? പെരുംകുളം. അടുത്ത ചോദ്യം 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? 15ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? ഉത്തരം NK സിംഗ്. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഇന്ത്യയിലെ ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ് സ്ഥാപിതമായത്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? മിഷൻ ഭൂമിപുത്ര ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം ആസാം. അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം കേരളത്തിൽ എവിടെയാണ് സ്ഥാപിക്കപ്പെട്ടത്? ഉത്തരം ആലുവ. അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യത്തെ സോളാർ ആൻഡ് വിൻഡ് ഹൈബ്രിഡ് പവർ പ്ലാന്റ് നിലവിൽ വന്നത് എവിടെയാണ്? ഉത്തരം മേപ്പാടി. അടുത്ത ചോദ്യം ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ കാർഡ് നൽകാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ജനിച്ച് 24 മണിക്കൂറിനകം നവജാത ശിശുക്കൾക്ക് ശിശു ആധാർ കാർഡ് നൽകുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? ഉത്തരം തെലുങ്കാന. അടുത്ത ചോദ്യം 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? 2022 ഒക്ടോബർ 1 ന്യൂഡൽഹിയിലെ പ്രഗതി മൈതാനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടക്കം കുറിച്ചത് എന്തിനാണ്? ഉത്തരം രാജ്യത്ത് 5G സേവനങ്ങൾക്ക് തുടക്കം കുറിച്ചു. അടുത്ത ചോദ്യം ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ് അഥവാ HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏത്? ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് HAL തദ്ദേശീയമായി വികസിപ്പിച്ച ഏറ്റവും പുതിയ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ ഏതാണ്? ഉത്തരം പ്രചണ്ഡ്. അടുത്ത ചോദ്യം വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? വിദ്യാഭ്യാസ ചാനലായ വിക്ടേഴ്സ് ചാനലിലൂടെ സംപ്രേഷണം ചെയ്യുന്ന കാർഷിക പരിപാടി ഏതാണ്? 100 മേനി. ഓക്കെ, അപ്പം ഇതിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ പറയാം. എന്തെങ്കിലും മാറ്റം വായിക്കുന്ന രീതിയിലോ മറ്റോ മാറ്റം വരുത്താനുണ്ടെങ്കിൽ അതും കൂടി പറയാം. നമ്മൾ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളെ അഭിപ്രായം അനുസരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിലോ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഈ ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാനത് താഴെ കമന്റ് ബോക്സിൽ എഴുതുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്നവർ നിർബന്ധമായിട്ടും കമന്റ് ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് പോവുക. ഓക്കെ, ഇപ്പോൾ അടുത്ത വീഡിയോ കാണാം.